ധനുഷ് വെട്രിമാരൻ പ്രോജക്റ്റ്. വടച്ചെന്നൈക്ക് ശേഷം ധനുഷിൻ്റെ ലീഡിൽ വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന പടമാണ് തമിഴ് മുരുകൻ. പടം ഇപ്പോൾ ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 2 ആഴ്ച മുമ്പ് പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ പുറത്തുവിട്ടിരുന്നു. വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇത് തമിഴിലെ ഒരു ബിഗ് ബഡ്ജറ്റ് മിത്തോളജിക്കൽ ഫാൻറ്റസി സിനിമയാണ്. ലോർഡ് മുരുകൻ്റെ കഥയെ ആസ്പദമാക്കിയെത്തുന്നൊരു പടം. ഈ ഗോഡ് ഓഫ് വാർ എന്ന കൺസെപ്റ്റൊക്കെയാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ പ്ലോട്ട്. പിന്നെ ഈ മുരുകൻ തമിഴ്നാടിനോടും തമിഴ് സംസ്കാരത്തോടും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് തന്നെ തമിഴ് ഓഡിയൻസിന് ഈ വിഷയം നല്ല രീതിക്ക് കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ സൂര്യയുടെ കൾപ്പ് സിനിമയൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് കുറച്ചു കാലം മുമ്പ് ടോളിവുഡിൽ NTRൻ്റെ ലീഡിൽ ഒരു ഗോഡ് ഓഫ് വാർ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. അതൊക്കെ പിന്നെ ഡ്രോപ്പ് ചെയ്തു. അതിന് പിന്നാലെയാണ് കോളിവുഡിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ്. പക്ഷേ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നാണ്. ഒരു ഏത്തിസ്റ്റായ ഡയറക്ടർ വെട്രിമാരൻ ദൈവമോ അങ്ങനെയുള്ള വിശ്വാസങ്ങളെയോ അടിസ്ഥാനപ്പെടുത്തി സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു പ്രോജക്റ്റ് ലിസ്റ്റിലേ ഇല്ലായിരുന്നു. ഇനി അഥവാ വെട്രിമാരൻ ധനുഷ് കോംബോയിലൊരു പടം വന്നാൽ അത് വടച്ചെന്നൈ സെക്കൻഡ് പാർട്ട് ആകാനാണ് സാധ്യതയെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ അപ്ഡേറ്റ് എല്ലാവരെയും ഞെട്ടിച്ചു. രാമായണ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായി എത്താൻ പോകുന്ന പടമാണ് രാമായണ. പടത്തിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. വലിയ പ്രോജക്റ്റാണ്. രൺബീർ, യാഷ്, സായി പല്ലവി ഒക്കെയാണ് ലീഡ് കാസ്റ്റിൽ എത്തുന്നത്. 2 പാർട്ടായിട്ട് എത്തുന്ന രാമായണ സിനിമയുടെ മുഴുവൻ ബഡ്ജറ്റ് 4000 കോടിക്ക് അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷം ദീപാവലി റിലീസായിട്ടാണ് രാമായണ ഫസ്റ്റ് പാർട്ട് റിലീസാവാൻ പോകുന്നത്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. രാമായണ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുവാണ്. പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ മാസം തന്നെ, അതായത് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാകും. രാമായണ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ എൻ്റെ സംശയം ഇതല്ല. 2 പാർട്ടിനും കൂടി 4000 കോടി ബഡ്ജറ്റെങ്കിൽ പടത്തിൻ്റെ ബ്രേക്ക് ഈവൻ തന്നെ 8000 കോടിക്ക് മുകളിൽ വേണം. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ടതിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടേണ്ട സിനിമ ഇതാവണം. സൂര്യ 49. സൂര്യയുടെ 49ാമത്തെ സിനിമയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സൂര്യ 48 മുതൽ സൂര്യ 50 വരെയുള്ള സൂര്യയുടെ ലൈനപ്പിൽ ഒരുപാട് ഡയറക്ടേഴ്സ് പെൻഡിങ്ങിലാണ്. 3 മലയാളി ഡയറക്ടേഴ്സ് ഉൾപ്പെടെ 10ഓളം ഡയറക്ടേഴ്സാണ് സൂര്യയുടെ അടുത്ത 3 പടങ്ങളുടെ ഡേറ്റിനായി വെയിറ്റ് ചെയ്തിരുന്നത്. ഇതിൽ സൂര്യ 48 2 ആഴ്ച മുമ്പ് അനൗൺസ് ചെയ്തു. പടം ഡയറക്റ്റ് ചെയ്യുന്നത് TJ ജ്ഞാനവേലാണ്. അപ്പോൾ സൂര്യ 48ന് ശേഷം സൂര്യയുടെ 49ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് H. വിനോദ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതൊരു അപ്ഡേറ്റ് മാത്രമാണ്, കൺഫേം ഒന്നുമല്ല. സൂര്യയുടെ കാര്യം എടുത്താൽ പുള്ളി ഇപ്പോൾ വീണ്ടും പീക്ക് സോണിലേക്ക് എത്തി നിൽക്കുന്ന ടൈമാണ്. കറുപ്പൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സ്ഥിതിക്ക് സൂര്യയുടെ അടുത്ത പടത്തിന് റിമൺട്രേഷനൊക്കെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ ടൈമിൽ H. വിനോദിൻ്റെ പ്രോജക്റ്റ് ഫിക്സായ വന്ന പോലെ തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. H. വിനോദ് ഒരു നല്ല ഡയറക്ടറൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ആവറേജ് പടം എന്നതിലൊഴിച്ച് ബാക്കിയൊന്നും പുള്ളിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ആവറേജ് പടം എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ ജനനായകനൊക്കെ ഒന്ന് കണ്ട ശേഷം സൂര്യ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഡേറ്റ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ജയിലർ 2 ഒക്ടോബർ 17 റിലീസിനെത്താൻ പോകുന്ന കോളിവുഡിലെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ജയിലർ 2. ഈ വർഷം ഇനി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളൊരു പ്രോജക്റ്റ് ഇതാണ്. തമിഴിലെ ആദ്യത്തെ 1000 കോടിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന വലിയ പ്രോജക്റ്റാണ്. അപ്പം തന്നെ ഊഹിക്കാലും ഈ ഒരു ഐറ്റത്തിൻ്റെ റേഞ്ച് എന്താണെന്ന്. കാര്യം ഇത് രജനീകാന്തിൻ്റെ മാത്രം പ്രോജക്റ്റ് അല്ല. ലാലേട്ടൻ ഉൾപ്പെടെ ഒരുപാട് മലയാളം ആക്ടേഴ്സ് ഈ പടത്തിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലർ 2 മലയാളികൾക്ക് ഒരുപാട് സ്പെഷ്യലാണ്. പിന്നെ ഹൃത്തിക് റോഷൻ്റെ ക്യാമിയോ, അങ്ങനെ ഒരുപാട് വലിയ പരിപാടികളൊക്കെ അവർ ഈ പടത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി ആകെ കൂടി വേണ്ടത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം. ഇപ്പോൾ ജയിലർ 2ൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിൽ ലാലേട്ടൻ്റെ ക്യാരക്ടറിന് 2 വ്യത്യസ്ത ലുക്ക് ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിലൊന്ന് ഫ്ലാഷ് ബാക്ക് പോർഷനാണ്, ഡി-ഏജിങ് ലുക്കാണ്. ഇതുകൂടാതെ ലാലേട്ടന് ജയിലർ 2വിൽ ഒരു പാട്ടും കൂടിയുണ്ട്. അത് ഫ്ലാഷ് ബാക്കിലെ ഡി-ഏജിങ് ലുക്കിൽ രജനീകാന്തിനൊപ്പമുള്ള ഒരു ഡാൻസ് നമ്പറാണ്. ഈ ഒരു ഐറ്റം മാത്രം മതി കത്താൻ. അടുത്ത മാസം മുതൽ പടത്തിൻ്റെ അപ്ഡേറ്റ് ഓരോന്നായി ഇങ്ങ് എത്താൻ തുടങ്ങും. ഖലീഫ പൃഥ്വിരാജിൻ്റെ ലീഡിൽ വൈശാഖ് ഡയറക്റ്റ് ചെയ്യുന്ന ആക്ഷൻ മാസ് കമേഴ്ഷ്യൽ പടമാണ് ഖലീഫ. ഓഗസ്റ്റ് 20 പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ഭീകര അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവിട്ടു. പാട്ട് കൊള്ളാം, നൈസായിരുന്നു. ജേക്സ് ബിജോയാണ് പടത്തിൻ്റെ മ്യൂസിക്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഐറ്റങ്ങളിൽ പുള്ളി കത്തിക്കും, അതുറപ്പാണ്. ഖലീഫ ഒരു 2 പാർട്ട് മൂവിയാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് പൃഥ്വിരാജിൻ്റെ ലീഡിലെത്തുന്ന ഈ ഖലീഫ, സെക്കൻഡ് പാർട്ട് ഒരു പ്രീക്വലാണ്. അതൊരു ലാലേട്ടൻ പടമായിരിക്കും.
സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡായി ഫസ്റ്റ് പാർട്ടിൽ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ ഉണ്ടാകും. മാമ്പടക്കൽ അഹമ്മദ് അലി എന്ന ക്യാരക്ടറായിട്ടാണ് ലാലേട്ടൻ പടത്തിൽ എത്താൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് ഒരു പീരിയോഡിക് ടൈപ്പ് ഗ്യാങ്സ്റ്റർ പടമാണ്. അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞേക്കാം. ഖലീഫ ട്രെയിലർ, പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വീക്കിൽ തന്നെ ഉണ്ടാകും. പിന്നെ ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാര്യം വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കായി പോയി, അതുകൊണ്ടാണ്. എന്തായാലും ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് പോകണേ.